ഹായ് ഫ്രണ്ട്സ്, ഇസ് കീർത്തി. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ സ്കൂളാണ് കേട്ടോ. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അസംബ്ലിയൊക്കെ സ്റ്റേറ്റ് അതാണ്. കീർത്തി ഇസ്ലാമിയ LP സ്കൂളിലാണ് പഠിക്കുന്നത്, ഈച്ചിലിങ്ങൽ. ഓ, അവിടെ ഒരു പ്രാവുണ്ടല്ലേ? വേണ്ട, പറഞ്ഞാൽ മതി. ലീവാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ വെറുതെ ഞങ്ങളെ ഇവിടെ നിന്ന് നോക്കാനായിട്ട് വന്നതാണ്. ശരി, നമുക്ക് പാർക്കിൽ പോവാം. അല്ല, ഫസ്റ്റ് സ്കൂളിൽ നോക്കാം. ബൈ. ഇന്ന് സ്കൂളിന് അവധിയായത് കാരണം ആരും ഇല്ല. ജസ്റ്റ് നമ്മൾ പാർക്കിൽ വരാമെന്ന് കരുതി വന്നതാണ്. സ്മാർട്ട് ക്ലാസ് റൂമാണ്, അതാണ് AC എന്നെല്ലാം പറയുന്നത്. അതാ ഞാൻ പറഞ്ഞൊരു എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, അത് അവിടെ പോയാൽ നമുക്ക് ആ റൂം കാണാൻ പറ്റും. കീർത്തിയുടെ ക്ലാസ് 1C. ഉണരട്ടെ ബാലാവകാശങ്ങൾ, ചുമതലാബോധം കുഞ്ഞു മനസ്സുകളിൽ. വാ, നമുക്ക് പാർക്കിൽ പോകാം. ഞങ്ങൾ വന്ന് കുറച്ച് നേരമായി പാർക്കിലെല്ലാം ഇരുന്ന്. പോകാനാവുമ്പോഴാണ് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞത്. അവൾക്ക് ഊഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ വീട് ഇതിനടുത്തായതുകൊണ്ട് ഇടയ്ക്ക് വരാറുണ്ട്. ഭംഗിക്ക് വേണ്ടി ഇത് ഇഷ്ടമാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് പറ്റില്ല, നല്ല ചൂടുണ്ട്, നല്ല തണുപ്പ്. എന്നൊന്ന് ഉരുന്ന് നോക്ക്. എവിടെ കീർത്തി? ഇതാ വരുന്നുണ്ട്. ചൂടുണ്ടായിരുന്നോ? ശരി, ഇനിയും കളിക്കണോ? 1-2 തവണ മതി കേട്ടോ. കുറേ നേരമായി, നമുക്ക് പോണ്ടേ. അപ്പം നമ്മൾ വന്ന് കുറേ നേരമായി. പിന്നെ കുട്ടികൾക്കൊക്കെ കുറച്ച്
വലിയ ആൾക്കാർക്കാണ്, ഇത് കുറച്ച് കുട്ടികൾക്ക്. ശലഭോദ്യാനത്തിൽ കുട്ടികളെ ഇടയ്ക്ക് ഇവരെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇതൊന്ന് റിവേഴ്സാ. എങ്ങനെയുണ്ട്? അടിപൊളി. ഇവിടെ വരെ ഈ പാർക്കിൽ എത്ര നേരം വേണമെങ്കിലും അവൾ ഇരുന്നോളും. പക്ഷെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊന്നും എടുത്തിട്ടില്ല, അപ്പോൾ വീട്ടിൽ പോയിട്ട് വേണം കഴിക്കാൻ. നമ്മൾ എന്തായിരുന്നു അമ്മൻ്റെ സ്കൂളിൽ പോയപ്പോൾ ഇവിടെ വരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് എനിക്ക് അമ്മ കള്ളം പറഞ്ഞുകൊണ്ടാണ് എനിക്കിത് ദേഷ്യം വരുന്നത്. അല്ലടാ, ചിലപ്പോൾ ഞാൻ ഒത്തിരി നേരം ആകുമ്പോൾ വെയിലെല്ലാം കൊണ്ട് നിനക്ക് അസുഖം വന്നാലോ എന്ന് കരുതിയിട്ടാണ് അമ്മ പറഞ്ഞത്. പിന്നെ കള്ളം പറയുന്ന ആളല്ല എനിക്ക്. അങ്ങനെയല്ല, കുഞ്ഞിന് വയ്യാതാവില്ലേ വെയിൽ കൊണ്ടിട്ട്. ഇപ്പം തന്നെ ഒത്തിരി നേരമായില്ലേ, വാ പോവാം. എല്ലാം കാണിച്ചു കൊടുത്തിട്ടില്ല. നമ്മുടെ വീട്ടിൽ പോകുന്ന വഴിയും കാണിച്ചു കൊടുക്കാം. അത് ജസ്റ്റ് പറഞ്ഞാൽ മതി. നമുക്ക് പെട്ടെന്ന് പോകാനാണ്, ഒത്തിരി നേരമായില്ലേ. വീഡിയോ എടുത്ത് പോയാൽ മതി പ്ലീസ്. ഈ നിൻ്റെ സ്കൂൾ എടുക്കാം. ഓക്കെ, വാ. കുറച്ച് നേരം കൊണ്ട് ആക്കിക്കോട്ടെ. ഇത് ഞാൻ ഊലല്ലേ കുറേ നേരം ആക്കിയത്. ഞാൻ ചെരുപ്പിട്ടുള്ള കാലിരിക്കുന്നു. ശരി, ഊഞ്ഞാലൊന്ന് കാണിച്ചു കൊടുക്ക്. അല്ല, അത് കഴിഞ്ഞിട്ട് മറ്റേതാക്കിയ പോലെ ഒരു വെച്ചിട്ട് മേലെ കയറിയിട്ട് ഇറങ്ങിയിട്ട് ചെരുപ്പ് എടുത്തിട്ട് വരാം. അപ്പുറത്ത് നിൽക്കുമോ? അപ്പുറത്ത് പോ. ഇവളോട് കളിക്കാൻ പറഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും കളിച്ചുകൊണ്ടിരിക്കും. രാത്രി ആയാലും വരില്ല. അപ്പോൾ നമ്മൾ നിർബന്ധിച്ചിട്ടാണ് പോകാമെന്ന് പറയുന്നത്. എന്തായാലും കുറേ നേരം ആയി, എന്നാലും അവൾക്ക് മതിയായിട്ടില്ല. ഇത് ഞാൻ കയറാനില്ല. ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ അങ്ങനെ എങ്ങനെയാണ് ഇതാകുള്ളൂ. അടുത്തെന്ന് പറയുന്നത് ഇതൊരു കുളമാണ്. വെള്ളം നല്ല ഭംഗിയായി സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇവിടെ LP സ്കൂളായതുകൊണ്ട് തന്നെ 4ാം ക്ലാസ് വരെയാണ് ഉള്ളത്. അതുകൊണ്ട് എന്തായാലും ഒരു LKG മുതൽ 4ാം ക്ലാസ് പാർക്കെല്ലാം വേണ്ടതാണല്ലോ. അപ്പോൾ അതിൻ്റെ നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. LKG കുട്ടികളുടെ മീനൊന്നുമില്ല. ഇതെന്താ ചെമ്പരത്തിയാണ്. ആ ചെമ്പരത്തി പറിക്കാൻ പോകുന്നു. ശരി, വെയിൽ കൊള്ളണ്ട. പറിച്ചോട്ടെ. ഒരെണ്ണം വേണി വലിച്ചോ, പറിച്ചെടുത്തോ ഒരെണ്ണം. ഒത്തിരി പൂക്കൾ ഇങ്ങനെ കൊഴിഞ്ഞ് വീഴുന്നുണ്ട്, കണ്ടോ? എല്ലാം പൊഴിഞ്ഞ് വീഴുകയാണ്. ഞാൻ പറയേണ്ടത് എല്ലാ പൂവും വലിച്ചെടുക്കല്ലേ, എല്ലാ പൂവും വലിച്ചെടുക്കല്ലേ. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അത് ഞാൻ ഒരുപാട് വർഷം ആദ്യമായിട്ട് കാണുന്നത്. ഇത് മന്ദാരത്തിൻ്റെ ഇലയാണ്, മന്ദാരപ്പൂവ. കളറാണ്, പക്ഷെ വെള്ളമല്ല. ഇതൊരെല്ലോ ആണ്. ഇതെല്ലോ ഞങ്ങൾ ഇതിൽ എപ്പോഴും ആടാറുണ്ട് കേട്ടോ. അതൊക്കെ പോകുമ്പോൾ അതും പോയി ഇതും പോയി വെച്ചാൽ ഞാൻ ഒരു ഒരാടും അത് കാണിച്ചു തരാം. ഇവിടെ കുറേ ഊഞ്ഞാലുണ്ട്, ഇഷ്ടം പോലെ ഊഞ്ഞാലുകളുണ്ട് കുട്ടികൾക്ക് ഇരിക്കാൻ. അതെല്ലാം പോകുമ്പോ ഇവിടെ നടുവിൽ ആരും ഇരിക്കാൻ പാടില്ല കേട്ടോ. അത് കാല് കുത്തിക്കുന്ന ചിലപ്പോൾ ചോര വരാനുള്ള ചാൻസ്. ഷാർപ്പായിട്ടുണ്ടല്ലേ. അങ്ങനെ തട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ ക്ലാസ്സിൽ 2 കുട്ടി. പേര് പറയാ മാഷിത. അവള് ഒരു പെൻസിൽ തന്നില്ല ആ കുട്ടി. അവള് ഇപ്പോൾ ട്രാൻസ്ഫർ ആയി പറഞ്ഞു. പിന്നെ മിന്ന, അവള് സ്കൂൾ മാറിപ്പോയല്ലേ. മിന്ന അതിപ്പോഴും അവളുണ്ട്.
എന്ന് പറയുന്നത് അല്ല പിന്നെ ഫ്രണ്ട്സ് ഞങ്ങളൊക്കെ അവിടെ നിന്നെയും മാഷിതയും ഞാനും പിന്നെ സൽവ അവരൊക്കെ കൂടി അവിടെ ആടുമ്പോൾ ഇവിടെ 2 മങ്കിമാരുണ്ടാവും. എന്നിട്ട് ഒരു ബോയ്സ് തൂങ്ങിയിട്ടാണ് ഇതിങ്ങനെ ആയിട്ട്. അതെ, ആരും അങ്ങനെ വളഞ്ഞു പോയല്ലേ? പൊക്കാനും വീഴില്ല. പകുതി കുട്ടികൾ ഇതിലായിരുന്നു. കുഞ്ഞുങ്ങൾക്കെല്ലാം പാർക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഇഷ്ടമാണല്ലോ. ഇപ്പോൾ ഫുൾ ടൈം ഇങ്ങനെ ഇവിടെ വന്നിരിക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ അവരിങ്ങനെ ഇടയ്ക്ക് കൊണ്ടുവരാറുണ്ട്. പറയും അടുത്തതെന്ന് പറയുന്ന ഫ്രണ്ട്സ് ഇതൊരു ഒന്നും ആരിക്കാറില്ല. ഇതിൽ കൂടെ നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ നിന്നാൽ അപ്പുറത്ത് നിന്ന് ഞാൻ അടിക്കൂടെ വരാം. അങ്ങനെയാണ് ഇടക്കിടക്ക് ഇങ്ങനെ ഇവിടെ കുഞ്ഞു വെയിൽ കൊണ്ട് വയ്യാതാവണ്ട, നമുക്ക് പെട്ടെന്ന് പോണേ. എത്ര ഊഞ്ഞാലുണ്ടെന്ന് പറയും? 5. ഗുഡ്. 5 5 10. ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഇതെല്ലാം പറഞ്ഞതാണ് ഫ്രണ്ട്സ്. നമ്മൾ സ്കൂള് ഫുള്ളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പാർക്കിലുള്ളത്. അമ്മ ഇവിടെയാണ് ഇരുന്നത്. കുറേ നേരം ഞാനിവിടെ ഇരുന്നു. മുള്ളല്ല ഉള്ള ചെടിയാ? മുള്ളല്ല അത്. ജസ്റ്റ് പോവാനായി. അപ്പോൾ നമുക്ക് ഒന്ന് ജസ്റ്റ് എല്ലാം കാണിക്കാം. പുറത്തൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചിട്ട് നോക്കാം. ഫ്ലവേഴ്സിന് 2 കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ, എനിക്കിത് ഈ പൂ ഇഷ്ടപ്പെട്ടു. നടുവിൽ ഇങ്ങനെ ഞാൻ ബാഗ് എടുക്കട്ടെ. ഇതിൽ കൂടെ നമുക്ക് ഞാനിവിടെ ആടുന്നത് കുഞ്ഞെടുത്തോ? ആടുന്ന വീഡിയോ ഒന്ന് പിടിച്ച്. ഞാനിവിടെ ഇങ്ങനെ ഇരിക്കും. കുഞ്ഞു ഇവരെല്ലാം കളിക്കും. ഇങ്ങനെ 1 മണിക്കൂറായിട്ടുണ്ടാവും. ഇപ്പോൾ കുറേ നേരമായി. ഇനി നമ്മൾ പോവാണ്. അപ്പോൾ കീർത്തിയുടെ സ്കൂളിൽ പാർക്കാണ് നമ്മൾ കണ്ടത്. പാർക്ക് തന്നെ അയക്കാം. പോവാം. അല്ല, ഒന്ന് പുറത്തെല്ലാം കൂടി കാണിച്ചു. ജസ്റ്റ് ഒരു ഫ്ലവർ എവിടെയാ? എൻ്റെ കയ്യിലുണ്ട്. ഇത് പാർക്കാണ്. ഇടക്കിടക്ക് കൊണ്ടുവരുന്നതാണ്. അങ്ങനെ പാർക്കിൽ നിന്നും ഞങ്ങൾ വിട വാങ്ങുകയാണ്. ജൈവ വൈവിധ്യ ഉദ്യാനം. അതിൽ കൂടെ പോയൊരു ഗ്രൗണ്ട് ഉണ്ടാവും. അത് കാണിച്ചു കൊടുക്കണോ? വേണ്ട, നമുക്കിനി നേരെ അല്ല, അത് വലിയൊരു ഗ്രൗണ്ടാണ്. പുറത്ത് പോവാം. ഇതൊരു ഗ്രൗണ്ടാണ് കേട്ടോ. ഞാൻ എല്ലാ റൂമും ഒക്കെ പറഞ്ഞുതരാം. താഴത്തെ റൂം മേലത്തെ ഒന്നും എനിക്കറിയില്ല. താഴത്തെ എല്ലാം ഞാൻ കാണിച്ചുതരാം. വരും. ഇതെല്ലാം അപ്പോഴേ പറഞ്ഞതല്ല, ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ മതി, നമുക്ക് പോവാം. ഓഫീസാണ്. അതിൻ്റെ അപ്പുറത്ത് 2A 2B ബാക്കിയൊക്കെ മേലെയാണ്. അതുകൊണ്ട് 4ാം ക്ലാസ് വരെ ഉണ്ട്. സ്കൂൾ ബസ്സെല്ലാം ഉണ്ട്. 1ാം നമ്പർ ഫസ്റ്റ് ട്രിപ്പ്, സെക്കൻഡ് ട്രിപ്പ്, തേർഡ് ട്രിപ്പ് വരെ അല്ല സെക്കൻഡ് ട്രിപ്പ് വരെ ഉണ്ടാവും. ഇത് 3 ഫസ്റ്റ് വിളിക്കും. 1ാം നമ്പർ ഫസ്റ്റ് വിളിക്കും, 2ാം നമ്പർ സെക്കൻഡ് വിളിക്കും, 3ാം നമ്പർ തേർഡ് വിളിക്കും. അങ്ങനെ അത് 2 വർഷം വിളിക്കുമ്പോൾ പോകണം. 3 ബസ് ഉണ്ടല്ലേ? ഞങ്ങൾ 3ാം നമ്പറിലാണ് ഇങ്ങനെ പോയിട്ട് നടന്നു വന്നു പറഞ്ഞില്ലേ. 3ാം നമ്പറിൽ
എപ്പോ അന്ന് എപ്പോഴും പുറത്ത് പോയത് അല്ലേ നിങ്ങളെയും കൊണ്ട്? മൂന്നെണ്ണത്തിലാണ് പോയത്. ജാഥക്കെല്ലാം പോയത് അല്ലേ, വിജയോത്സവത്തിന്. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പൊ ലാസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നല്ല എൻട്രൻസ് ആണ്. ഇവിടെ 1-ാം ക്ലാസ് ആകുമ്പോൾ തന്നെ ഒത്തിരി സ്കൂൾ മാറി 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 വന്നതാണ്. ഈ വർഷമാണ് ഇവിടെ. ഞാനിങ്ങനെ ജോലി ആയതുകൊണ്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കും. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. സച്ചൂട്ടാന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് കേട്ടോ, അവനാണ്. ഇതാണ് എൻ്റെ സ്കൂൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അടുത്ത വീഡിയോ പിന്നീട് കാണാം. ബൈ.